നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി രണ്ടാമത്തെ ശ്ലോകം. ബഹുതര ജനതാഹിതായ തവ തത്ര ത്വമപി പുനൻ വിനിമജ്യ തീർത്ഥതോയം ദ്വിജകുല പരിമുക്ത വിത്തരാശിഃ സമമിളധാഃ കുരു പാണ്ഡവാദിമിത്രൈഃ. ത്വം അപി ഭഗവാനെ അവിടുന്നാകട്ടെ, തത്ര അവിടെ, ആ സമന്തക പഞ്ചകത്തിൽ, ബഹുതര ജനതാഹിതായ, ബഹുതര ജനത അനേകം ജനങ്ങളുടെ, ഹിതായ നന്മയ്ക്കു വേണ്ടി, വിനിമജ്യ യഥാവിധി സ്നാനം ചെയ്ത്, തീർത്ഥതോയം ആ തീർത്ഥജലത്തെ പുനൻ പരിശുദ്ധീകരിക്കുന്നവനായി, പിന്നീട് ദ്വിജകുലം ബ്രാഹ്മണകുലത്തിന്, പരിമുക്ത വിത്തരാശിഹി തൻ്റെ എല്ലാ ധനരാശി ധനസമ്പത്തിന് മുഴുവൻ പരിമുക്തം കൊടുത്തു. മുക്തം എന്ന് വെച്ചാൽ നമ്മൾ മോചിപ്പിച്ചു എന്നർത്ഥം. ഇവിടെ മുക്തം എന്നതിനെ കൊണ്ട് ദാനം ചെയ്തു എന്ന് അർത്ഥമാക്കുന്നു. അപ്പൊ ബ്രാഹ്മണർക്കെല്ലാം മതിയാവോളം ധനം കോരിക്കൊടുത്തു. ഒപ്പം അവിടെ എത്തിച്ചേർന്ന് കുരു പാണ്ഡവാദി മിത്രൈഹി കൗരവന്മാരും പാണ്ഡവന്മാരും തുടങ്ങിയ മിത്രങ്ങളുമായിട്ട്, സമമിലധാഹ എല്ലാവരും ഒന്നു ചേർന്ന് അങ്ങനെ സമ്മേളിച്ച് നന്നായി വർത്തമാനമൊക്കെ പറഞ്ഞ് രസിച്ചങ്ങനെ ഇരുന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയുന്നു. ഭഗവാൻ തീർത്ഥജലത്തെ പുണ്യമാക്കി എന്ന്. സാധാരണ തീർത്ഥജലത്തിൽ മുങ്ങിയാൽ ആ മുങ്ങുന്നവരാണ് പാപം തീർന്ന് പുണ്യമുള്ളവരായി തീരുക, അല്ലെങ്കിൽ പാപം തീരുക എന്നാണ് പറയുക. എന്നാൽ ഇവിടെ ഭഗവാൻ ഒരു തീർത്ഥത്തിൽ മുങ്ങിയാൽ ആ തീർത്ഥമാണ് പുണ്യമാവുക എന്ന് പറയണം. അങ്ങനെ എല്ലാ ജനങ്ങളുടെയും നന്മയ്ക്കു വേണ്ടി യഥാവിധി സ്നാനം ചെയ്ത് ആ തീർത്ഥജലത്തെ പരിശുദ്ധമാക്കിയ ഭഗവാൻ അവിടെയുള്ള ബ്രാഹ്മണർക്കെല്ലാം മതിയാവോളം ധനം വാരിക്കോരി കൊടുത്തു. അവിടെ വന്നു ചേർന്ന കൗരവന്മാരോടും പാണ്ഡവന്മാരോടും വിശേഷങ്ങളൊക്കെ പങ്കുവച്ച് വളരെ രസിച്ച് സന്തോഷത്തോടെ അങ്ങനെ അവിടെ കഴിച്ചു. ശ്ലോകം 2. ബഹുതര ജനതാഹിതായ തത്ര ത്വമപി പുനൻ വിനിമജ്യ തീർത്ഥതോയം ദ്വിജകുല പരിമുക്ത വിത്തരാശി സമമിളധാ കുരു പാണ്ഡവാദിമിത്രൈ. ഹരിശരണം. എല്ലാ നാരായണീ ഉപാസകർക്കും സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പനും ഭട്ടബാദർക്കും വേദവ്യാസ ഭഗവാനും നമസ്കാരം. പൂർവികരെയും ഗുരുജനങ്ങളെയും സ്മരിക്കുന്നു. നമ്മളിവിടെ 84-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം അല്ലെങ്കിൽ മാതൃകാപരമായിട്ടാണ് ആ ശ്ലോകത്തിനെ അവതരിപ്പിക്കുന്നത്. അതായത് ഒരു ലീഡർ, ഒരു നേതാവ് അല്ലെങ്കിൽ
മറ്റുള്ളവരെ നയിക്കുന്ന ഒരു മഹാത്മാവ് എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ളതായ ചെറിയൊരു സൂചന ഈ ശ്ലോകത്തിൽ ഉണ്ട്. അതായത് ലോകത്തിലെ ജനങ്ങളൊക്കെ പലതരക്കാരാണ്, പല സ്വഭാവക്കാരായിരിക്കും. പക്ഷെ എല്ലാവർക്കും സമാധാനവും ശാന്തിയും വേണമെന്ന് പൊതുവായ ഒരു ആഗ്രഹം ഉണ്ട്. അതിനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പം അതുകൊണ്ട് നല്ലൊരു വ്യക്തി മറ്റുള്ളവരെ നയിക്കുന്ന സമയത്ത് അവരവർ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാവർക്കും ഹിതകരമായി തീരുക എന്നുള്ളതും ആവശ്യമായതുകൊണ്ട് ഈ ശ്ലോകത്തിലെ ഒന്നാമത്തെ വരി തന്നെ പറഞ്ഞിരിക്കുന്നത് ബഹുതര ജനതാഹിതായ എന്നുള്ളതാണ്. ഭഗവാന്റെ ഒരു പ്രത്യേക അവതാര ഉദ്ദേശം അത് തന്നെയാണ്. ലോക നന്മയാണ് ഭഗവാൻ നോക്കുന്നത്, ധർമ്മസ്ഥാപനമാണ്. അതുകൊണ്ട് അദ്ദേഹം ആ ഒരു തീർത്ഥസ്ഥാനത്തിന് പുറപ്പെട്ടത് ജനങ്ങൾക്ക് ഒരു മാതൃക അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊടുക്കാനാണ്. ഇങ്ങനെയൊക്കെ വേണം ജീവിതത്തിൽ. എല്ലാവരുടെയും ഹിതം നോക്കിയിട്ട്, പ്രിയം നോക്കിയിട്ടല്ല. ഭഗവാന്റെ പ്രത്യേകത, ഭഗവാൻ പ്രിയകാംക്ഷിയല്ല, ഹിതകാംക്ഷിയാണ്. നമ്മുടെ ഇഷ്ടങ്ങളെ നടത്തിത്തരിക എന്നുള്ളതല്ല ഭഗവാന്റെ അനുഗ്രഹം. നമുക്ക് എന്താണോ ഹിതമായത് അത് അനുഗ്രഹിച്ച് തരിക എന്നുള്ളതാണ് ഇഷ്ടദൈവത്തിൻ്റെ പ്രത്യേകത. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാത്തത് അത് നമുക്ക് ഹിതകരമായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഒരിക്കലും നമുക്ക് വിമർശിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ നടത്തി തരുന്ന ഒരു ശക്തിയല്ല അത്. പ്രിയപ്പെട്ട ഭക്തൻ്റെ ഹിതം നോക്കുന്ന ആളാണ് ഭഗവാൻ. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഹിതത്തിനനുസരിച്ചായിരിക്കും ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് എല്ലാവർക്കും മാതൃകയാവുക പറഞ്ഞാൽ ആദ്യം അവരവർ തന്നെ, നമ്മൾ തന്നെ ഒരു സംഘത്തിനെ നയിക്കുമ്പോൾ നമ്മൾ വേണം ആദ്യമായിട്ട് പ്രവർത്തിച്ച് കാണിക്കാനായിട്ട്. അതാണ് ഒരു നേതാവിൻ്റെ, ഒരു ലീഡറുടെ പ്രത്യേകത. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ആ സമന്ത പഞ്ചകത്തിൽ തീർത്ഥാടനം ചെയ്യുന്നത്. എല്ലാവർക്കും മാതൃകയായിക്കൊണ്ട് ഇറങ്ങിക്കോളും എല്ലാവരും തീർത്ഥാടനത്തിനെന്ന പോലെ. തീർത്ഥാടനം മാത്രം കൊണ്ടായില്ല. ദാതവ്യം ഇതി യദ്ദാനം ദീയതേ അനുപകാരിണി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേശേ കാലേച പാത്രേച തദ്ദാനം സാത്വികം സ്മൃതം എന്നൊക്കെ ഗീത പറയാറുണ്ട്. തീർത്ഥാടനത്തിൻ്റെയും അല്ലെങ്കിൽ ആധ്യാത്മികതയുടെയും വലിയൊരു നന്മയാണ് വേണ്ട പോലെ, വേണ്ടവർക്ക് വേണ്ടത്ര, അതേസമയം നമുക്ക് സാധിക്കുന്നത്ര ദാനം ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയതൊക്കെ നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ വേണ്ട സമയത്ത് വേണ്ടവർക്ക് ദാനം ചെയ്യുക എന്നുള്ളത് ശ്രേഷ്ഠമായ ഒരു സത്കർമ്മം തന്നെയാണ്. അതുകൊണ്ട് അവിടെയുള്ളതായ ബ്രാഹ്മണർക്ക് വെച്ചാൽ സജ്ജനങ്ങൾക്ക്, ബ്രഹ്മവൃത്തി ചെയ്യുന്നവർ, അതായത് സത്പ്രവൃത്തി അല്ലെങ്കിൽ നല്ല ജീവിതം നയിക്കുന്നവരെന്ന് വേണമെങ്കിൽ പറയാം, അവർക്കൊക്കെ ധാരാളം ദാനം അധികം ചെയ്യേണ്ടായി. അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം, വസ്ത്രദാനാവാം, ധനദാനാവാം, അന്നദാനാവാം, എല്ലാം അദ്ദേഹം കൊടുത്തു. അതുമാത്രമല്ല, അവിടെ ഈ തീർത്ഥാടനത്തിൽ കൗരവരും പാണ്ഡവരും ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ ശത്രുമിത്ര ഭാവത്തിന് അതീതമായ ഭഗവാന്റെ അവസ്ഥ. തീർത്ഥാടനത്തിൽ വരുമ്പോൾ കാമക്രോധ ലോഭ മോഹ മതമത്സര്യങ്ങളൊന്നും അവിടെ അനുവദനീയമല്ല. അവിടെ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷ മാത്രമേ പാടുള്ളൂ. ഇതൊക്കെ നമുക്കുള്ള നിർദ്ദേശമാണ്. തീർത്ഥാടനത്തിൽ പോയി എന്നുള്ളതുകൊണ്ട് നന്നായിക്കൊള്ളുന്നില്ല. നമ്മുടെ ഉള്ളിലെ വികാരവിചാരങ്ങളെ സാത്വികമാക്കി തീർക്കുക എന്നുള്ളതും തീർത്ഥാടനത്തിൻ്റെ ഒരു ഭാഗമാണ്. പുണ്യദേശങ്ങളിൽ പോയാൽ മാത്രം പോരാ, ആ ഒരു പുണ്യത്തിൻ്റെ പ്രഭാവം നമ്മുടെ ജീവിതത്തിലും പ്രകടമാവണം. അപ്പോഴേ തീർത്ഥാടനം സഫലമായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഏതായാലും അവിടെ വന്ന പാണ്ഡവന്മാരോടും കൗരവന്മാരോടൊക്കെ
വളരെ സൗഹൃദത്തോടു കൂടി അദ്ദേഹം പെരുമാറുകയാണ്. ഇതും നല്ലൊരു നേതൃത്വത്തിൻ്റെ മാതൃകയാണ്. പക്ഷഭേദം കാണിക്കാതെ കണ്ട് എല്ലാവരോടും എല്ലാവരെയും സമന്മാരായി കണ്ടുകൊണ്ട് പെരുമാറുക. അതും പുണ്യസ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും ഇതൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളിലും പ്രധാനമാണ്. ഭക്തരുടെ ഇടയിൽ ഉച്ച നിജത്വങ്ങൾ ഉണ്ടാവരുത്. VIP VOP ഇതൊന്നും പാടില്ല. ഭക്തൻ എന്ന് പറഞ്ഞാൽ ഭക്തൻ മാത്രമാണ്. അവിടെ മറ്റ് ഘടകങ്ങളൊന്നും ബാധകമല്ല. പക്ഷെ നമ്മുടെ ഇടയിൽ ചില ആൾക്കാർക്ക് ചില പ്രത്യേക അവസ്ഥകളൊക്കെ കൊടുക്കാറുണ്ട്. സാധാരണക്കാരെ കണക്കാക്കാതിരിക്കുക അതൊക്കെ വരാറുണ്ട്. അത് പാടില്ല എന്നാണ്. ഭക്തരിൽ ഉച്ച നിജത്വങ്ങൾ ഇല്ല. എല്ലാവരെയും സമമായി കാണണം. ഭഗവാൻ അങ്ങനെയാണ്. അപ്പം ഇതൊക്കെ നമുക്കും മാതൃകയാവണം. അപ്പം ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഒറ്റ ശ്ലോകത്തിലാണ് ഇത്തരം സദ്ഗുണങ്ങളെ വിസ്തരിക്കുന്നത് എന്ന് ഓർമ്മിക്കുക. എല്ലാവരും അത് മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഹരിശരണം.